ഇന്റർവ്യൂ CV കഴിഞ്ഞു ആകെ ഇനി ബാക്കി ക്യാരക്ടർ സ്കെച്ച് വേഗം ചെയ്യാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നല്ല മാർക്ക് വരുന്ന സ്ഥലമാണ് ക്യാരക്ടർ സ്കെച്ച്. അപ്പം ഇന്ന് രാവിലെ വന്നവർക്ക് അറിയാം ക്യാരക്ടർ സ്കെച്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരച്ചു വെക്കരുത് ഫോട്ടോ ഒന്നും. ക്യാരക്ടർ സ്കെച്ച് എന്ന് പറഞ്ഞാൽ ഓക്കെ, നമ്മൾ എന്താണ് ആ ക്യാരക്ടറിനെ പറ്റിയിട്ടുള്ള പ്രോപ്പർ ഔട്ട്ലൈൻ കൊടുക്കണം, അവരെ ക്വാളിറ്റീസ് എഴുതണം, കറക്റ്റ് കാര്യങ്ങൾ എഴുതണം, വേണമെങ്കിൽ ഒരു ഇൻസിഡന്റ് എഴുതാം. ഓക്കെ, അപ്പൊ ഫുൾ പവർ വരട്ടെ. ലൈക്ക് എത്രയും നോക്കട്ടെ. എനിക്ക് ഇപ്പോഴൊരു 12,000 ലൈക്ക് എങ്കിലും കണ്ടില്ലേ വിഷമം കേട്ടോ. 12,000 ലൈക്ക് കണ്ടില്ലേ അലൻ സാറിന് വിഷമം. നോക്കട്ടെ 11,700. പോരാ ലൈക്ക് കുറച്ചുകൂടി പോരട്ടെ. അൻസർ പറയല്ലേ ഇതും കൂടി പഠിച്ചാൽ കഴിഞ്ഞു എന്ന്. അപ്പൊ ലൈക്ക് ഒരു 12,000 വേഗം ആക്കിക്കുക, നിങ്ങളും ക്ഷമിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ക്യാരക്ടർ സ്കെച്ചിലേക്ക് വരാം. അപ്പോൾ എന്തൊക്കെയാണ് പോയിന്റ്സ് ഓർത്തിരിക്കേണ്ടത്? നിങ്ങൾക്ക് ഒന്നും അറിയില്ല ക്യാരക്ടർ സ്കെച്ചിങ്ങിൽ, ഞാൻ പറയുന്നത് എഴുതി വെക്കുക. ആദ്യം തന്നെ നിങ്ങൾ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഫസ്റ്റ് തന്നെ ഈ പോയിന്റിനൊക്കെ മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അവരാരാണ്? മാഗിനെ പറ്റി എഴുതാണെങ്കിൽ മാഗി ഇസ് അല്ലെ ആലിസ് മാർഗരറ്റ് ക്ലിഫർഡ് ഇസ് എ 13-year-old ഗേൾ ലിവിങ് ഇൻ ലാംബെത്ത് ലിവർപൂൾ, അല്ലെ ലിവർപൂൾ എഴുതുക, അല്ലെ ഇംഗ്ലീഷ് ഗേൾ എഴുതുക. പിന്നെയാണ് അവരുടെ ട്രേറ്റ്സിനെ പറ്റി എഴുതണ്ടേ. ഷീ ഹാഡ് ലാർജ് ഐസ്, ഷീ വാസ് എ പുവർ ഗേൾ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ വരിക. പിന്നെ അവരുടെ ബാക്ക് സ്റ്റോറി ഉണ്ടെങ്കിൽ എഴുതുക, ഉണ്ടെങ്കിൽ മാത്രം. ഹസനെ പറ്റി എഴുതാണ്, ഹസൻ ഹാസ് നോ ഫാമിലി ഓർ എനിത്തിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്ക് സ്റ്റോറി. ആലിസിന്റെ ബാക്ക് സ്റ്റോറി അല്ല നമ്മുടെ മാർഗരറ്റിന്റെ അല്ലെ മാഗിന്റെ ബാക്ക് സ്റ്റോറി എന്താ, അച്ഛൻ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതാം. പിന്നെ അവരെങ്ങനെയാണ് മാറിയത്? നമ്മളെ കഥയിൽ ആരും അങ്ങനെ മാറിയിട്ടൊന്നുമില്ല, അല്ലെ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല, അത് എഴുതണ്ട. ദെയർ ഇമ്പാക്ട് അറൌണ്ട് ദോസ് അറൌണ്ട് ദം. ഹസൻ എങ്ങനെയാണ് ഡോക്ടറിനെ മാറ്റിയത്, ഡോക്ടറിന്റെ ചിന്താഗതി അതൊക്കെ മാറ്റിയത് എങ്ങനെയാണ്, ഹസൻ എങ്ങനെ മാറ്റിയില്ലേ, അതുപോലെ തന്നെ എഴുതുക. ഹസൻ എങ്ങനെയാണ് ഇവരെ എഫക്ട് ചെയ്തത്, നല്ല രീതിയിൽ നമ്മൾ ഡോക്ടറിനെ എങ്ങനെയാണ് ചെയ്തതെന്ന് എഴുതുക. പിന്നെ ഫിസിക്കൽ ആൻഡ് നോൺ ഫിസിക്കൽ ഫീച്ചേഴ്സ്. ഹസൻ എന്താണ് എഴുതേണ്ടത്? ഷോർട്ട്, അഗ്ലി, പിന്നെന്താണ്, പിന്നെ ലാർജ് ഡിസ്പ്രപ്പോർഷനേറ്റ് ഹെഡ്. പിന്നെ ആലിസ് മാർഗരറ്റ് ക്ലിഫർഡ് അല്ലെ മാഗിനെ പറ്റി എഴുതുമ്പോൾ എന്താ എഴുതുക? ലൈക്ക് കുറച്ചുകൂടി ആയാൽ 80 ലൈക്സും കൂടി ആയാൽ 12K ആവും കേട്ടോ. പവർ പോരട്ടെ. എന്താണ് എഴുതുക? മാഗിനെ പറ്റിയിട്ട് എഴുതാണ് പുവർ, ലാർജ് ഐസ്, ബിഗ് ഐസ്, പുവർ ഡ്രസ്ഡ് അല്ലെ, പുവർലി ഡ്രസ്ഡ്. പിന്നെന്താ നമുക്ക് എഴുതാം? ഷോർട്ട്, സ്മോൾ ഗേൾ അല്ലെ, യങ് ഗേൾ. പിന്നെന്താണ് നമുക്ക് വേണ്ടത്? പിന്നെന്താണ് നമുക്കറിയാം കുട്ടീനെ പറ്റി? കൈൻഡ് ഹാർട്ടഡ്. പിന്നെ നോൺ ഫിസിക്കൽ ട്രേറ്റ്സ്, കൈൻഡ് ഹാർട്ടഡ്, വെരി സ്വീറ്റ്, ആൻഷ്യസ്, അതൊക്കെ എഴുതാം. പിന്നെന്താ? ഹാർഡ് വർക്കിംഗ് ആണ്. പിന്നെ നമ്മുടെ ഹസനും ഇതൊക്കെ തന്നെയാണ്, കമ്പാഷനേറ്റ്, കൈൻഡ് ഹാർട്ടഡ്, കെയറിങ്, ഹാർഡ് വർക്കിംഗ്. പിന്നെന്താണ്? വാസ് എ ജെം ഓഫ് എ പേഴ്സൺ എന്നൊക്കെ പറയുന്ന പോലെ അതൊക്കെ എഴുതാം. ലോങ് ഹെയർ ഒക്കെ എഴുതാം. ഹസൻ അല്ല, അത് മാർഗരറ്റിനാ. ഇതാണ് നമ്മുടെ രണ്ട് മെയിൻ ക്യാരക്ടർ. യെസ് ലേറ്റ് ആവൂല കേട്ടോ നോട്ട്സ് ഇടാൻ, ഞാൻ പെട്ടെന്ന് തന്നെ ഇടും. അപ്പോൾ എന്താണ് ഇതൊക്കെ എഴുതാ? പോയിന്റ് ക്ലിയർ ആയിരിക്കണം, കൺസൈഡ് ആയിരിക്കണം, ആവശ്യമില്ലാത്ത കാര്യം എഴുതരുത്. ഞാൻ പോയിട്ട് എഴുതരുത് ഹസൻ എന്താ ഭഗവത്ഗീത വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എല്ലാവർക്കും രാമായണം വായിച്ചിട്ട് കുറെ നേരം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ ഹസന് കൊള്ളാലോ ആള്, അപ്പോൾ ഹസൻ ആരാണെന്ന് പറഞ്ഞിട്ട് വെറുതെ സമയം കളയരുത്. പോയിന്റിലേക്ക് കിടക്കുക. അതിലൊരു പോയിന്റും ഇല്ല പറയുന്നില്ല. ഹസനെ പറ്റിയിട്ട് വേഗം പറയാം, കാരണം അലക്സ് സാറിന് ഹസനെ പറ്റി അറിയില്ലെങ്കിൽ നമ്മൾ വേഗം പോയിന്റ്സ് പറഞ്ഞിട്ട് ഫുൾ ഔട്ട്ലൈൻ കൊടുക്കണം. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ അത് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം. ഹസന്റെ മെയിൻ പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ക്വാളിറ്റീസ്, ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ നോട്ട്സിൽ കിട്ടും. 12K അച്ചീവ്മെന്റ് മിഷൻ അക്കംപ്ലിഷ്ഡ്. ഹാഷ്ടാഗ് അല്ല, നിങ്ങൾക്ക് എന്താ 10 റെസ്പെക്ട് ഞാൻ തരുന്നു അല്ലെ, GTA YCTയിലൊക്കെ പോലെ. അപ്പൊ അലൻ സാറിന്റെ പണ്ട് കാലത്തെ ഗെയിം ഒക്കെ ആയിരുന്നു അല്ലെ. അപ്പോൾ പ്ലസ് റെസ്പെക്ട്, നിങ്ങൾക്ക് 100 റെസ്പെക്ട് ഞാൻ തരുന്നു. അപ്പോൾ ഹസന്റെ പോയിന്റ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്, നമ്മുടെ ഹസന്റെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നോട്ട്സ് ഇപ്പൊ തന്നെ അയക്കും. ഓക്കെ, ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് ഈ നോട്ട്സ് നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ അയക്കും, ടെലിഗ്രാം ചാനലിലേക്ക് അയക്കും. 10 മിനിറ്റ് കൊണ്ട് ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ എന്റെ ക്ലാസ് ഞാൻ അയക്കും. അതിന്റെ അലക്സാറിന്റെ ക്ലാസ്സിന്റെ ട്രാവൽ എസ്സേ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതൊക്കെ അലക്സാർ പഠിപ്പിച്ചു തരും. ഓക്കെ, ഹസന്റെ ഫുൾ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മാഗിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, മാഗിന്റെ ഫുൾ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് എല്ലാം തീർത്തു എന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. എല്ലാം തീർത്തു.